കൽക്കി സിനിമയിലെ അശ്വത്ഥമാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്നും നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന പല ടെമ്പിൾസ് ഉണ്ട്, കണ്ട ആൾക്കാരുണ്ട്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാകും. പ്രേതകഥകൾ ഇറക്കലാണ് പുള്ളിയുടെ പരിപാടി. സംഭവം നല്ല പുളുവടിയാണ്. കുറച്ചു കാലം മുമ്പ് ഇയാളുടെ ചില വീഡിയോസ് കണ്ടപ്പോൾ എന്റെ അമ്മോ എന്തൊരു പുളുവാണ്, ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താലോ എന്ന് തോന്നിയതാണ്. പക്ഷെ കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ ഭൂരിഭാഗം ആളുകളും നിർത്തി പോടാൻ നുണയ എന്ന ടൈപ്പ് കമന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അതായത് സംഭവം പുളുവാണെന്ന് ഭൂരിഭാഗം പേർക്കും മനസ്സിലായിട്ടുണ്ട് എന്നർത്ഥം. വളരെ പെട്ടെന്ന് തന്നെ പുളുവാണെന്ന് മനസ്സിലാക്കുന്ന ആ ടൈപ്പ് വീഡിയോസ് പിന്നെ പ്രത്യേകം പറഞ്ഞ് അങ്ങനെ റിയാക്ട് ചെയ്യണ്ടല്ലോ എന്ന തോന്നലിൽ വീഡിയോ വേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ പിന്നീട് മൂപ്പരെ പറ്റി വേറെ ചാനൽസ്, അതായത് ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ ഒക്കെ അത് കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടത് കണ്ടു. ഇപ്പൊ ചിലരൊക്കെ ഈ സംഭവങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചാനലിൽ ഒന്നുകൂടി പോയി നോക്കി 2-3 പുതിയ ഉടായ്പ വീഡിയോസ് കൂടി കണ്ടു. ഒന്ന് ജിം ഫ്രീക്കന്മാരായ 2 പ്രേതങ്ങളെ പറ്റിയുള്ളതാണ്. ആളില്ലാത്ത ഓപ്പൺ ജിമ്മിൽ ഒരു ജിം എക്യുപ്മെന്റ് തനിയെ മൂവ് ചെയ്യുന്നു. അത് കണ്ട് ഭയന്ന ആളുകൾ വീഡിയോ എടുക്കുന്നു. എന്തിന് പോലീസുകാർ വരെ ഭയന്ന് നിൽക്കുന്നു എന്നാണ് വീഡിയോ. ആ ജിം എക്യുപ്മെന്റിൽ കയറി എക്സസൈസ് ചെയ്യുന്നത് 2 പ്രേതങ്ങളാണത്രേ. പ്രേതങ്ങൾക്ക് എന്തിനാ വീർപ്പിച്ച മസിൽ എന്നൊന്നും ചോദിക്കരുത്. ഈ ഒരു വീഡിയോ വെച്ച് വളരെ സീരിയസ് ആയിരുന്നു നുണ പറയുകയാണ് നമ്മുടെ ഇദ്ദേഹം. പോലീസ് ദൃക്സാക്ഷിയായിട്ട് നിൽക്കണ ഒരു പാരനോർമൽ ആക്ടിവിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആംഗിൾ ശ്രദ്ധിക്കാം, മറ്റേ അപ്പുറത്തെ ആംഗിൾ ശ്രദ്ധിക്കാം. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ടൈമിങ്ങിലാണ് പൊങ്ങി താഴെയും ചെയ്യുന്നത്. ചുറ്റടുത്ത ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. പോലീസിനും ഇതിനെക്കുറിച്ച് യാതൊന്നും പറയാനില്ല. സംഭവം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. മെഷീനിൽ ഗ്രീസ് ഇട്ടത് കൂടിയപ്പോൾ ഒന്ന് പിടിച്ചു വലിച്ചാൽ തന്നെ മെഷീൻ കുറെ പ്രാവശ്യം മൂവ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട ഏതോ വിരുദ്ധൻ അതെടുത്ത് വീഡിയോ ആക്കി പ്രേതമെന്ന് പ്രചരിപ്പിച്ചു. പോലീസ് വന്ന് ഒന്നുകൂടി ഗ്രീസ് കൂടുതൽ ഒഴിച്ച് സംഭവം മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് കാണിക്കാൻ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഓടുന്ന ഈ വീഡിയോ. ഇത് പാരനോർമൽ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞ് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വരെ ഝാൻസി പോലീസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന വിവരങ്ങളാണ്. പക്ഷെ നമ്മുടെ ഈ ഇദ്ദേഹം അതിന്റെ ആളല്ല. പ്രേതങ്ങൾ മസിൽ വീർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. ഇതിനിടയിൽ സത്യം പറയുന്ന ആളുകളെ മൂപ്പര് എന്ത് വില കൊടുത്തും എതിർക്കും. ഇത് കാണുന്ന കുട്ടികൾ അത് എങ്ങനെ എടുക്കുമെന്നോ അത് എങ്ങനെ അവരെ ബാധിക്കുമെന്നോ ഒന്നും ഈ മൂപ്പർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. പച്ച നുണ നല്ല സത്യം പോലെ ഇരുന്നങ്ങ് തട്ടിവിടുക. വേറൊരു വീഡിയോ ഇതിലും കോമഡിയാണ്. സത്യത്തിൽ എല്ലാ വീഡിയോയും നല്ല കോമഡിയാണ്. അതിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഞാൻ തെരഞ്ഞെടുത്തെന്ന് മാത്രം. ഒരു പ്രേത സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ നടിയുടെ ശരീരത്തിൽ ശരിക്കും ബാധ കയറി എന്നാണ് കണ്ടുപിടുത്തം. 90കളിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. ഊർമിള മട്ടോത്കറാണ് നായികയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഊർമിള വന്നിട്ട് അതിൽ എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. ആ എക്സ്പ്രഷൻ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഷൂട്ടിംഗ് ടൈമിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പ്രത്യേകതരം ഒരു എനർജി ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെ അഭിനയിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഊർമിള മണ്ടോത്കർ അത്യാവശ്യം നന്നായി ഒന്ന് അഭിനയിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ മടി. പ്രേതബാധ ഉണ്ടായത് കൊണ്ടാണത്രേ അത് നന്നായത്. എന്നാൽ ഞാനൊരു സത്യം പറയാം. മണിച്ചിത്രത്താഴിൽ ഈ സീനിൽ ശോഭനയ്ക്ക് ശരിക്കും പ്രേതബാധ ഉണ്ടായി. അതുകൊണ്ടാണ് ഇത്രയും നന്നായത്. അപ്പൊ നാഷണൽ അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത് ശരിക്കും പ്രേതത്തിനായിരുന്നു. ഊർമിളയുടെ ഈ എക്സ്പ്രഷൻ കണ്ടാൽ ആർക്കും പേടി തോന്നും എന്നതൊരു സത്യമാണ്. ആദ്യം വളരെ നോർമലായ എക്സ്പ്രഷൻ, പിന്നെ അതിൽ നിന്ന് ഗ്രാജുവലായി വളരെ അബ്നോർമൽ എന്ന് തോന്നിക്കുന്ന എക്സ്പ്രഷൻ വരുമ്പോൾ ആരായാലും പേടിക്കും. ഒരു ഹൊറർ ട്രിക്കാണത്. റിമൂവിംഗ് ഹ്യൂമാനിറ്റി ഫ്രം വേർ ഇറ്റ് ഷുഡ് ബി എന്നാണ് പറയുക. പിന്നെ ഒരു ഹൊറർ സിനിമ ഇറങ്ങുമ്പോൾ സിനിമാ സെറ്റിൽ പ്രേതത്തെ കണ്ടു എന്ന ടൈപ്പ് അണിയറ കഥകളും കൂടെ ഇറങ്ങാറുണ്ട്. എല്ലാം ഒരു PR വർക്കാണ്. അങ്ങനെയുള്ള സംഭവങ്ങളെ ശരിക്കും പ്രേതം എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യാൻ ചില്ലറ ഒളിപ്പില്ലായ്മയൊന്നും പോരാ. ഏതെങ്കിലും വിദേശ ഭാഷയിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾ ചെയ്ത പ്രാങ്ക് വീഡിയോസ്, ആദ്യമേ സെറ്റ് ചെയ്ത് അഭിനയിച്ച വീഡിയോസ് ഒക്കെ മൂപ്പരങ്ങ് മെല്ലെ ചൂണ്ടും. എന്നിട്ട് ഇതൊക്കെ പ്രേതമാണെന്ന് വരുത്തി തീർക്കും. നമ്മൾ ഇതിന്റെ സോഴ്സ് ഒന്നും തപ്പിപ്പോകാത്തിടത്തോളം കാലം ഇതൊക്കെ ഒറിജിനൽ പ്രേതങ്ങളായി അങ്ങനെ നിൽക്കും. വേറൊരു തമാശ, ഇയാളുടെ വീഡിയോസിന്റെ അടിയിൽ ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ടായിട്ടും അതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യാൻ പോലും നിൽക്കാതെ ഇയാൾ തുടരുന്നതാണ്. അതിനർത്ഥം ഇയാൾക്കറിയാം ഇതെല്ലാം ഫേക്ക് ആണ് എന്നല്ലേ. അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് ഈ പറ്റിക്കൽ. ശരിക്കും ഇയാൾ ചെയ്യുന്നത് വാർത്തകളെ തെറ്റായ രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ച് ആളുകളിൽ അന്ധവിശ്വാസം വളർത്തലാണ്. അതൊരു പണിഷബിൾ ഒഫൻസ് അല്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.